മ്യൂസിക് ഒരു കരിയറായി തിരഞ്ഞെടുത്ത് അത് സക്സസ്ഫുള്ളായി എൻ്റെ തീരുമാനം ശരിയാണ് എന്ന് തെളിയിച്ചൊരു വ്യക്തി കൂടിയാണ് താങ്കൾ. അപ്പം മ്യൂസിക് ഒരു കരിയറായിട്ട് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്ക്, പ്രത്യേകിച്ചും ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക്, ഒരു അധ്യാപിക എന്ന നിലയ്ക്കും ഒരു ഗായിക എന്ന നിലയ്ക്കും മാഡത്തിന് കൊടുക്കാനുള്ള അഡ്വൈസ് എന്താണ്? മ്യൂസിക് കരിയറായിട്ട് തിരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ടൊരു ഡിറ്റർമിനേഷൻ വേണം, എടുക്കണം. എന്ന് വെച്ചാൽ അതിന് ഒരു റൗണ്ട് ദ ക്ലോക്ക് നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യണം, എപ്പോഴും ആക്റ്റീവായിരിക്കണം. നമ്മുടെ പാഷൻ മാത്രം പോരാ, പാഷൻ ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യും, പക്ഷെ ഒരുപാട് വർക്ക് ചെയ്യണം. അതിന് നമുക്കൊരു മടിയും പാടില്ല, അതിനൊരു ബൗണ്ടറിയും പാടില്ല. ഇപ്പോൾ ഒരു ഓഫീസ് ടൈം മാതിരി രാവിലെ 9:30 പോയിട്ട് വൈകുന്നേരം 5:30 ക്ലോസ് ചെയ്യുന്നതല്ല. റൗണ്ട് ദ ക്ലോക്ക് വർക്കിംഗ്, ഒരുപാട് കേൾക്കണം, ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം. പുതിയ ആൾക്കാർ, പുതിയ ടൈപ്പ്, ഇപ്പോൾ ഒരു ഗ്ലോബൽ മ്യൂസിക് ഓപ്പൺ ചെയ്ത് നമ്മുടെ മുമ്പിലിരിക്കുന്ന സ്ഥിതിക്ക് ഭയങ്കര കോമ്പറ്റീഷനാണ്, നിരന്തരമായ സ്ക്രൂട്ടിനിക്ക് നമ്മൾ വിധേയരായിക്കൊണ്ടിരിക്കുന്നത്. അതെ. അപ്പോൾ കമേഴ്സ്യൽ ആ ഒരു ഇതിലായാലും അല്ലാതെ നമ്മുടെ ഒരു കേപ്പബിലിറ്റിയുടെ ഇതിലായാലും രണ്ടിലും നമ്മൾ നല്ലോണം വർക്ക് ചെയ്യണം. പണ്ട് അങ്ങനെയല്ല, നമ്മൾ പാട്ട് മാത്രം നോക്കിയാൽ മതിയായിരുന്നു, വേറെ നമ്മൾ നോക്കണ്ട. ഇപ്പം അങ്ങനെയല്ല, നമ്മുടെ ഇത് എങ്ങനെ മാർക്കറ്റ് ചെയ്യും, ഏത് ടൈപ്പിൽ മാർക്കറ്റ് ചെയ്താൽ നമ്മൾ ഫോർ ഫ്രണ്ടിൽ വരും. അപ്പോൾ അങ്ങനെ അതെല്ലാം നമ്മൾ ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അതിന് തക്കവണ്ണം നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആയിരിക്കണം, റൗണ്ട് ദ ക്ലോക്ക് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറായിരിക്കണം. എങ്കിൽ മാത്രമേ നല്ലൊരു ക്വാളിറ്റേറ്റീവായിട്ട് ഒരു ഇതിലെത്താൻ പറ്റുള്ളൂ. അതാണ് എൻ്റെ ഒരു സംഗീതം അല്ലെങ്കിൽ എഴുത്ത് എന്നതിനപ്പുറത്ത് ഒത്തിരി സ്ത്രീകളുമായി ഇന്ററാക്ട് ചെയ്തിട്ടുള്ള ജീവിത പരിചയമുള്ള വ്യക്തി കൂടിയാണ് താങ്കൾ. പൊതുവെ ഡാൻസ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഒരു പക്ഷേ കല്യാണം കഴിയുമ്പോൾ, കുട്ടിയാകുമ്പോൾ അത് ഏകദേശം ഫുൾ സ്റ്റോപ്പ് ഇടും, അല്ലെങ്കിൽ അഭിനയം ഇഷ്ടമുള്ളവർ. നേരെ മറിച്ച് വെൻ ഇറ്റ് കംസ് ടു മ്യൂസിക് കുറെ കൂടെ ഒരു ലോഞ്ചിവിറ്റി അവരുടെ കരിയറിൽ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സംഗീതമാവുമ്പോൾ സ്ത്രീകൾ കണ്ടിന്യൂ ചെയ്തോട്ടെ, മറ്റേതാണെങ്കിൽ നിങ്ങൾ കുറച്ച് ഡാൻസ് ഒക്കെ ഇനി മതി, കല്യാണമൊക്കെ ആയില്ലേ, നിർത്തിക്കോളൂ, അങ്ങനെ പറയാനിടയായ ഒരു സാമൂഹിക സാഹചര്യം എന്താണ്? അല്ലെങ്കിൽ എന്തായിരിക്കും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഒബ്സർവേഷന്? വാസ്തവത്തിൽ അതിന്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ ഒരു ഗവൺമെന്റ് ജോലിയോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഫാമിലിയോ ഒക്കെ ജോലിക്ക് പോകുമ്പോൾ കല്യാണം കഴിഞ്ഞാൽ അത് നിർത്തുന്നില്ലല്ലോ നമ്മൾ, ഇല്ലല്ലോ. അതുപോലെ ഇത് പ്രൊഫഷൻ നമ്മൾക്ക് അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ തുടരുന്നോണ്ടൊരു കുഴപ്പമില്ല എന്ന് തന്നെ വേണം പറയാൻ, അല്ലേ? അത് കുറേ ഇടുങ്ങിയ മനസ്ഥിതിയുള്ളവരും വീട്ടിൽ കുത്തിയിരിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെയാണ് അങ്ങനെ പോകണ്ട, ഇവിടെ ഇരുന്നാൽ മതി, എൻ്റെ കുട്ടികളെ നോക്കിയാൽ മതി, എൻ്റെ കുടുംബം നോക്കിയാൽ മതി എന്നുള്ളൊരു അതൊരു ഇടുങ്ങിയ മനസ്ഥിതി എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാ രംഗത്തും സ്ത്രീകൾ പോകുന്നു, എന്തെല്ലാം നേട്ടങ്ങൾ കൈവരിക്കുന്നു, എല്ലാം ചെയ്യുന്നു. പിന്നെ എന്തുകൊണ്ട് ഇനി എഴുത്തും പാട്ടും ഒക്കെ നിൽക്കട്ടെ, ഇനി വേറെ ഏത് മേഖലയായാലും, സിനിമയാവട്ടെ നാടകമാവട്ടെ, ഏത് മേഖലയായാലും ആ ചെയ്തിരുന്ന വർക്ക് തുടർന്ന് ചെയ്താൽ എന്താ? അതിനൊന്നൊരു പ്രശ്നം വരാം, അത് പാടില്ല എന്ന് തന്നെ ഞാൻ പറയുന്നത്. അത് വിടുക തന്നെ വേണം. ഒരു പല ജനറേഷന്റെ ഇൻപുട്ട് മാം കണ്ടിട്ടുണ്ട് ഈ കാര്യത്തിൽ. അപ്പം ഇപ്പോൾ അതിനൊരു മാറുന്ന വ്യവസ്ഥിതി കാണുന്നുണ്ടോ? എങ്ങനെയാണ്? ഇപ്പം കുറേയൊക്കെ മാറുന്നുണ്ടല്ലോ. കല്യാണം കഴിഞ്ഞതിന് ശേഷം എത്രയോ പേര് അഭിനയിക്കുകയും എത്രയോ പേര് പല രംഗങ്ങളിലും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇനി വേണ്ടാന്ന് വെച്ചിരുന്നവർ എന്നെ രണ്ടാമത് തിരിച്ച് ഒരുപാട് വരുന്നുണ്ട് ഇപ്പോൾ. കാരണം അതിന്റെ ആവശ്യമില്ല, അങ്ങനെ ഇരിക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ. കാരണം പണ്ടത്തെ ഒരു കാലഘട്ടമല്ലല്ലോ, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ. അതൊരു ഫെമിനിസ്റ്റ് ചിന്താഗതി കൊണ്ടല്ല. ഇപ്പൊ എവിടെ പോകാനാ, സ്ത്രീ ഭർത്താവിൽ നിന്നും കുട്ടികളിൽ നിന്നൊക്കെ എവിടെ പോയിട്ട് എന്ത് നേട്ടം കിട്ടാനാണ്, അതല്ല പറയുന്നത്. പക്ഷെ ഒരു തുല്യത, അല്ലെങ്കിൽ അവർ അങ്ങനെ വീട്ടിൽ അടക്കിയിരിക്കേണ്ട ഒരാള്, അങ്ങനെ ആ ഒരു കൺസെപ്റ്റൊക്കെ മാറ്റേണ്ട സമയമായി. നമ്മളും വർക്ക് ചെയ്യണം, നമ്മൾ ചെയ്തിരുന്നത് തുടർന്ന് ചെയ്യണം, അല്ലെ? 19-ാം വയസ്സിൽ മാം കല്യാണം കഴിഞ്ഞ് വിവാഹിതയായതല്ലോ. അപ്പൊ മാമിന് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഇനി എന്തിനാ എഴുതുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുള്ള ചുറ്റുവട്ടം കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടോ? കടന്നു പോകേണ്ടി അങ്ങനെയല്ല. ഞാൻ കല്യാണം കഴിക്കുമ്പോൾ പുള്ളി യൂത്ത് കോൺഗ്രസിന്റെ ലീഡറാണ്, എൻ വേണുഗോപാൽ. പക്ഷെ ഇപ്പോഴും അന്നും ഇന്നും എന്നും തിരക്കുള്ള ഒരാള്. ഞാൻ തിരക്കൊഴിഞ്ഞ് പുള്ളിയെ കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ, എപ്പോഴും തിരക്കുള്ള ഒരാളാണ്. പക്ഷെ അങ്ങനെയുള്ളൊരു തിരക്കിനുള്ളിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, പുള്ളിക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ല. അപ്പൊ ഞാൻ കല്യാണം കഴിച്ചിരുമ്പോൾ ആ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ, രണ്ടുപേർക്കും കൂടെ. പിന്നെ വേണുവേട്ടൻ്റെ ഒരു മനസ്സ് എന്ന് പറയുന്നത് എൻ്റെ ഒപ്പം വന്ന് തൂങ്ങി പിടിച്ച് നിൽക്കില്ല, ഉറപ്പാണ് എനിക്ക്. എൻ്റെ കൂടെ വരില്ല എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു. ആദ്യത്തെ ആഴ്ച തന്നെ എനിക്ക് ബോധ്യപ്പെട്ടു കല്യാണം കഴിഞ്ഞ് എഴുത്ത് നിന്നു എന്നുള്ളത് ഏതാണ്ടൊക്കെ. കാരണം എൻ്റെ കൂടെ ആരും ഇല്ല, എൻ്റെ കൂടെ വരാൻ ആരാ വരിക? അച്ഛനും അമ്മയൊക്കെ ജോലിക്കാരാണ്, അവർക്ക് എൻ്റെ പുറകെ വരാം. എല്ലാത്തിനും ചെന്നൈ പോകണം. ഇവിടങ്ങളിലൊന്നും ഒരു സൗകര്യങ്ങൾ. ഇന്നൊക്കെ നമ്മൾ കുട്ടികളൊക്കെ ഓടി പോണ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അന്ന് എല്ലാത്തിനും പോണ്ടേ, ചെന്നൈയിൽ പോണ്ടേ, ആരാ കൂടെ വരിക? അങ്ങനെ ഞാനൊരു 10-20 വർഷം അങ്ങ് നിർത്തിയിട്ട് വീണ്ടും തുടർന്ന് ആ ഒരു ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും ആൾക്കാരൊക്കെ വേണവരോട് ചോദിക്കാൻ തുടങ്ങി. ഒരുപാട് എഴുതിയിരുന്ന ഒരു കുട്ടിയല്ല. ആ സമയത്ത് ഞാൻ അർജുന മാസ്റ്ററൊപ്പമൊക്കെ നാടകഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്. ആകാശവാണിയിൽ ഒരുപാട് ലളിതഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്.
കവിതകൾ ഒരുപാട് ആ കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 5-8 മൂവി ചെയ്ത് നിൽക്കുന്ന കാലഘട്ടത്തിലാണ് കല്യാണം. എന്നിട്ട് പോലും ഞാൻ കുടുംബത്തിന് വേണ്ടിയിട്ട്, കാരണം രണ്ടുപേരും കൂടി പോയാൽ ശരിയാവില്ല, പക്ഷെ ഒന്നും നഷ്ടപ്പെട്ടു എങ്കിലും എനിക്ക് നല്ലൊരു ഫാമിലി ലൈഫ് കിട്ടി, അത് ഈശ്വരാനുഗ്രഹം. എങ്കിൽ പോലും തിരിച്ച് എന്നോട് വേണുവേട്ടൻ ഇങ്ങോട്ട് ചോദിച്ചു, ആൾക്കാർ ചോദിച്ചു തുടങ്ങി, എന്തിനാ ഇങ്ങനെ വീട്ടിലിരുത്തുന്നത്, എന്തുപോലെ എഴുതിയിരുന്നൊരു ആ ഒരു കുറ്റബോധം ആവാം. എന്നോട് പറഞ്ഞു ഒരു ആൽബം ഇറക്കിയാലോ ചോദിച്ചു ഒരു ദിവസം. അതും ഗുരുവായൂരപ്പൻ വർണ്ണ വൃന്ദാവൻ എന്ന് പറഞ്ഞിട്ട് വിദ്യാധര മാഷാണ്. അതിനകത്തൊരു യദുകുലം തൊഴുതു വലം വയ്ക്കും ഹരിചന്ദന മണമുള്ള കാറ്റേ എന്നുള്ള പാട്ട് കലാതിലകത്തിനൊക്കെ പിള്ളേർ പാടി ഒരുപാട് സമ്മാനം കിട്ടിയിട്ടുണ്ട്. അതൊരു നല്ല സൂപ്പർ ഹിറ്റ് ഗാനമായി. അത് വിദ്യാധര മാഷും ഞാനും കൂടിയാണ് ഫസ്റ്റ് വന്നത്. അതിനുശേഷം തുടർച്ചയായിട്ട് നാടൻ പാട്ട് ഞാനും ശരത്തും കൂടെ ചെയ്തു. ഉമ്പായിക്കായിട്ട് ഞാൻ ഗസൽ ചെയ്തു, മാപ്പിളപ്പാട്ട് ചെയ്തു, പിന്നെ പ്രണയഗാനങ്ങൾ ചെയ്തു, അത് രാജാമണി സാറുമായിട്ട് ചെയ്തു. പിന്നെ ഭക്തിഗാനങ്ങൾ ഞാനും മാഷും കൂടെ 7 എണ്ണത്തോളം ചെയ്തു, ഞാനും വിദ്യാധരൻ മാഷും കൊണ്ട്. അങ്ങനെ കുറേ ആൽബം വന്നു. പിന്നെ വിജയപാലിൻ്റെ ഒപ്പവും ജയചന്ദ്രൻ്റെ ഒപ്പവും ജയചന്ദ്രൻ്റെ ഒപ്പമൊക്കെ സിനിമകൾ ചെയ്തു. ഇപ്പൊ ഒരു 4 മൂവി ചെയ്യുന്നുണ്ട്, എഴുതുന്നുണ്ട്. അങ്ങനെ കുഴപ്പമില്ലാണ്ട് വലിയതായിട്ടല്ലെങ്കിലും ചെറുതായിട്ടൊന്ന് തിരിച്ചു വരാൻ പറ്റി എന്നുള്ളത് വലുതായിട്ട് തന്നെ തിരിച്ചു വരാൻ പറ്റി എന്നുള്ളതാണ് പറയുന്നത്. മലയാളത്തിൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ സംബന്ധിച്ച് ഇത് വലിയൊരു അതാണ് എനിക്ക് പറയുന്നത്. അവസരം ഈ 22 വർഷം എനിക്ക് വേണമെങ്കിലൊക്കെ എഴുതാമായിരുന്നു, കാരണം ഒന്നുമില്ലെങ്കിൽ കവിത എഴുതാമായിരുന്നല്ലോ. അതാ എന്നോട് എല്ലാരും ചോദിക്കുന്നത്. അപ്പൊ കൂടെ വരാൻ പറ്റില്ല, എഴുതിക്കോളൂ, പക്ഷെ ആരെങ്കിലും വീട്ടിൽ വന്ന് എനിക്ക് എഴുതാനുള്ള അവസരം തരില്ലല്ലോ, ചെല്ലണം. അപ്പൊ എഴുതിക്കോളൂ എന്ന് പറഞ്ഞ് വേണുവേട്ടൻ പോയപ്പോ ആർക്കും വേണമെങ്കിൽ എനിക്കും വേണ്ട എന്നൊരു വാശി, വിവരക്കേട്, വാശി എന്നല്ല പറയേണ്ടത്, അപ്രായത്തിന്റെ ഒരു വിവരക്കേടെന്നും കൂടെ പറയാതെ ഞാനത് വെറുതെ കളഞ്ഞ സമയം. അപ്പൊ ഇപ്പൊ എനിക്ക് എല്ലാവരോടും ഈ കുട്ടികളോടൊക്കെ പറയാനുള്ളത് സമയം കിട്ടുന്ന സമയം നന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല, ഒരുപാട് ചാൻസസ് ആണ് അല്ലെ, ചാനൽസും ഒരുപാടുണ്ട്. നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കാനുള്ള ഒരു ഭാഗ്യമുണ്ട്. ആ ഭാഗ്യം കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കുക എന്നല്ല. സമയം കിട്ടാത്തൊരു സമയമാണ്. അയ്യോ കഷ്ടായി എന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്. അവസരങ്ങളില്ലായിരുന്നു തലമുറയിൽ നിന്ന് നിറയെ അവസരങ്ങൾ ചുറ്റുവട്ടത്തുള്ള തലമുറയാണ് ഇപ്പോ. നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നമ്മൾ ഭാഗ്യം വേണം, പരിശ്രമം വേണം, തീർച്ചയായിട്ടും. ആരും ഇല്ല വിളിച്ചുകൊണ്ട് പോയി. ഇപ്പൊ അങ്ങനെയല്ല. അപ്പൊ അത് ശരിക്കും ഉപയോഗിക്കുക, മുന്നോട്ട് വരിക എന്നുള്ളതാണ് പറയാൻ. ചാരുവിന് ഈ കാലഘട്ടത്തിലെ പ്രിയപ്പെട്ട പാട്ടുകളിൽ ചാരുവിന്റെ മനസ്സിൽ ഏറ്റവും എന്താ പറയാ ഒരു മോർ ഇമ്പോർട്ടൻറ്റ്, മോർ സ്പെഷ്യൽ ആയിട്ട് നിൽക്കുന്ന പാട്ടുകൾ ഏതൊക്കെയാണ്? കുറേ എണ്ണമുണ്ട് ശരിക്കും. ഈ ട്രെൻഡിലും നല്ല മെലഡീസ്, പലപ്പോഴും ഫാസ്റ്റ് സോങ്സിൽ അകത്ത് പോലും നിറയെ മെലഡീസ് വരാറുണ്ട്. അങ്ങനത്തെ ഒരു ഫോർ എക്സാമ്പിൾ മുസ്തഫയൊക്കെ ഞാൻ ആലോചിക്കുമ്പോഴത്തേക്കും കേൾക്കാൻ ഒരു അടിപൊളി ഇതാണെങ്കിലും ആ ചില ലൈൻസിലൊക്കെ അതിൻ്റെ മെലഡി ഭയങ്കര ക്യാച്ചിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യും. എനിക്ക് റഹ്മാൻ്റെ സോങ്സ് എന്നെ എപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് സാധനാജിയുടെ വോയിസ് എന്നെ സംബന്ധിച്ച് എൻ്റെ എവർ ടൈം ഫേവറേറ്റ് ആണ്. എന്ത് വന്നാലും ആ തൊണ്ടയിലൂടെ വന്നു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ഒരു ഇഫക്റ്റ് ആണ്. ഓഫ്കോഴ്സ് ശ്രേയാജി, എത്രയോ പേരുണ്ട്, സുനിധി ചൗഹാൻ, ശ്വേത ചേച്ചി, ശ്വേത മോഹൻ, ചിന്മയി, സിത്താര ചേച്ചി, എത്ര പേര് പാടുന്നുണ്ട്. പക്ഷേ സാധന മാം എന്നും വളരെ സ്പെഷ്യൽ ആയിരിക്കും എന്നെ സംബന്ധിച്ച്. സാധനാജിയുടെ ഒരു പാട്ട് പാടാം. ഇത് വാട്ടർ എന്ന് പറഞ്ഞൊരു ഫിലിം കണ്ടു കാണും. വാട്ടറിൽ റഹ്മാൻ കമ്പോസ് ചെയ്തൊരു സോങ് ആണ്. വളരെ അതിൻ്റെ വരികൾ പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ തിങ്ക് സുഖ്വീന്ദർ സിംഗ് പാടുന്ന സുഖ്വീന്ദർ സിംഗ് എഴുതിയതാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ വിഷ്കാ പ്യാല കാമനായ മീരാനെ പി കെ ദിഖ്ലായ, വളരെ ശരിക്കും മീരയുടെ പ്രേമം പോലത്തെ ഒരു പ്രേമത്തിനെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്. ഇത് ഭട്ടിയാർ അതേപോലെ ലളിത്, ഇങ്ങനെ 2 വളരെ ടിപ്പിക്കലായിട്ടുള്ള ഹിന്ദുസ്ഥാനി രാഗങ്ങളിൽ കമ്പോസ് ചെയ്തൊരു സോങ് ആണ്. അത് എപ്പോൾ കേട്ടാലും ഞാൻ കരയും, കണ്ണ് നിറയുണ്ട്. नैना नैना नीर बहाए, नैना नैना नीर बहाए, तुझे बिरहन का दिल बिरहन का दिल साजन संग झूम झूम के गाए,
പുതിയ കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമ്മൾക്ക് പല രീതിയിലുള്ള പല ജോണറിലുള്ള പാട്ടുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്, പരിചയപ്പെടുന്നുണ്ട്. അത്തരത്തിൽ മലയാളത്തിന് പുറത്തുള്ള ഇഷ്ടപ്പെട്ട പുതിയ പാട്ടുകൾ ഏതൊക്കെയാണ്? ഒരുപാട് പാട്ടുകളുണ്ട്. ഇപ്പോൾ എ ആർ റഹ്മാൻ സാർ എല്ലാവരുടെയും ഒരു ഓൾ ടൈം ഫേവറേറ്റ് ആയിരിക്കും. പിന്നെ ശ്രേയാജിയുടെ ഭയങ്കര ഇഷ്ടമാണ് പാട്ടുകൾ. വളരെ റീസെൻ്റ് അല്ല, എനിക്ക് മുൻപേ വാ എന്നുള്ള പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പാട്ടാണ്. മുൻപേ വാ നൻപേ വാ കൂടെ വാ ഉയിരേ വാ മുൻപേ വാ നൻപേ വാ പൂ പൂവായ് പൂ പൂവായ് നാനാ കേട്ടേ നിന്നെ നാനേ നാനേയായ് നെഞ്ചം சொன்னதே முன்பே வா நன்பே வா கூடே வா உயிரே வா முன்பே வா நன்பே வா பூ பூவாய் பூ பூவாய். ലതാജിയുടെ ലഗജാഗലി എന്നുള്ള പാട്ട് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടുകളിലൊന്നാണ്. അതും കുറച്ച് പേര് പാടാം. ലഗജാഗലി ഹസീ രാത് ലഗജാഗലി की भीड़ हसी रात हो न हो शायद फिर से जन्म में मुलाकात हो न हो लग जागली की भीड़ हसी रात हो न हो शायद फिर से जन्म में मुलाकात हो न हो लग जागली हे हे. സ്വീറ്റ് ആയിരിക്കും മോളെ. നന്നായി മനസ്സിലായി. ചാരുവിന്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്നുള്ളത് റോങ് പേഴ്സൺ. മിനി വിൽ ബി ദേർ. റിപ്പീറ്റഡ്ലി എനിക്ക് റഹ്മാൻ സ്വയം പാടിയ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പ്രത്യേക ഒരു ടാമ്പർ അതിനകത്ത് വോയിസിലുണ്ട്. കുറേ കേൾക്കാറുണ്ട്. അങ്ങനെ റെസ്ട്രിക്ഷൻ എനിക്കില്ല. ഇപ്പം ഞാൻ പെട്ടെന്ന് ഓർക്കാനൊരു കാരണം, എനിക്ക് ഋതം ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഗോപി സുന്ദർ സാറിൻ്റെ ചാർലിയിൽ ഇറങ്ങിയ പാട്ടുണ്ട്, വിജയ് പ്രകാശ് പാടിയ ഒരു കരിമുകിലും ചിറകുകൾ അരുളിയ മിന്നൽ. അത് ഫൈവ്സിലാണ് പോകുന്നത് ആ പാട്ട്. അപ്പം ആ തക്കിട്ട തക്കിട്ട തക്ക ദിമ്മി തക്കിട്ട ഇങ്ങനെയാണ് പോകുന്നത്. അത് സാധാരണ ഈ ഒരു ടൈം സിഗ്നേച്ചർ ആരും യൂസ് ചെയ്യാറില്ല. എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിൻ്റെ 2 വരി മെയിൽ സോങ് ആണ്, എന്നാൽ പോലും അത് ഇഷ്ടമുള്ള പാട്ടായതുകൊണ്ട്. ഒരു കരിമുകിലിനു ചിറകുകളരുളിയ മിന്നലേ പുതുമഴ മലരുകൾ വിതറിയ കുറുമൊഴി തെന്നലേ വേലിൽ നിഴലുപോ മറയും മായയായി വിരലാൽ ശിലയിലും കുളിരെഴുമുറവകളെഴുതി ഇതുവഴിയ കലുമാരോ അവനേതോ മായാജാലം ആരോ അവനാരോ കാണും സ്വപ്നം ഒരു കരിമുകിലിനു ചിറകു